ഇന്ന് സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു ഇടപെടലിലേക്ക് കടന്നിരിക്കുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാരെ നേരിട്ട് നിയമിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ധൂലിയ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ച് ഒരു നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ ഒരു ലിസ്റ്റ്, ഒരു പട്ടികയായി സമർപ്പിച്ചിരുന്നു. ഈ പട്ടികയിൽ നിന്ന് ഒരൊറ്റ പേര് നൽകാനാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ആ പേര് സമർപ്പിക്കേണ്ടത് കൃത്യമായി തന്നെ ഒരു സീൽ വെച്ച കവറിലായിരിക്കണം എന്ന കർശനമായ നിർദ്ദേശവുമുണ്ട്. നമുക്ക് നോക്കാം വിശദാംശങ്ങളൊപ്പം എങ്ങനെയൊക്കെ ഇത് വിലയിരുത്തപ്പെടണം എന്ന് കൂടി നമുക്ക് ചോദിക്കണം. ജിഷ്ണു തയ്യാറാണ് വിശദാംശങ്ങൾ നൽകാനായി. ജിഷ്ണു പറയൂ, ഇന്ന് എന്താണ് ഈ ഒരു നിർണായക ഇടപെടലുമായി ബന്ധപ്പെട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഇടപെടലാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ഈ രണ്ട് സർവകലാശാലകളിലും സ്ഥിര VC നിയമനം വൈകുന്നതിൽ കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഗവർണറോടും സംസ്ഥാന സർക്കാരിനോടും സംസാരിച്ച് പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു VC നിയമനത്തിൽ ഒരു ഏകോപനത്തിലേക്ക് എത്തിക്കൊണ്ട് നിയമനം വേഗത്തിൽ നടപ്പാക്കണമെന്ന് കടുത്ത ഭാഷയിൽ തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നു. പിന്നീടും സമവായത്തിലെത്താത്ത പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം സുപ്രീം കോടതി നേരിട്ട് നടത്തുന്നത്. അതിനായി നിലവിൽ കോടതി തന്നെ നിയോഗിച്ചിട്ടുള്ള സെർച്ച് കമ്മിറ്റിയോട് ഒരൊറ്റ പേരിലേക്ക് എത്തിക്കൊണ്ട് അത് മുദ്രവെച്ച കവറിൽ കോടതിക്ക് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കേസിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏകോപനമില്ലായ്മ കാരണം, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി മെറിറ്റ് അനുസരിച്ച് നിയമനത്തിന് ശ്രമിക്കാത്തത് കാരണം വേറെ വൈകിയിരുന്നു. പിന്നീട് കോടതി അതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കോടതിയുടെ ഭാഗത്തുനിന്നൊരു സെർച്ച് കമ്മിറ്റി ഇതിനു വേണ്ടി രൂപീകരിച്ചു. ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായിട്ടുള്ള സെർച്ച് കമ്മിറ്റി കോടതി ഇടപെട്ടുകൊണ്ട് രൂപീകരിക്കുകയും ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക പരിശോധിച്ച് അത് തയ്യാറാക്കി നിയമനം നടത്താൻ നിർദ്ദേശിച്ചു. അത്തരത്തിൽ സുധാംശു കമ്മിറ്റി ഒരു പട്ടിക തയ്യാറാക്കി അത് മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രി അത് ഗവർണർക്ക് കൈമാറി. ഗവർണർ പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയിൽ അറിയിച്ചത് മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ മെറിറ്റ് അട്ടിമറിച്ചു എന്ന ഗുരുതരമായ ആരോപണമായിരുന്നു ഗവർണർ നൽകിയത്. ഈ സെർച്ച് കമ്മിറ്റി നൽകിയിട്ടുള്ള രണ്ട് പട്ടികയിലും, രണ്ട് സർവകലാശാലകളിലെയും VC പട്ടികയിലുണ്ടായിരുന്ന മുൻഗണന നൽകേണ്ട ആളെ തടഞ്ഞുകൊണ്ട് മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ട് മുൻഗണനാ ക്രമം അട്ടിമറിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പട്ടിക കൈമാറിയത്. ആ പട്ടിക ഉപയോഗിച്ച് VC നിയമനം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഗവർണർ കോടതി അറിയിച്ചത്. അത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത വന്നതോടുകൂടിയാണ് ജസ്റ്റിസ് JB പർദേവാല അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതി ബെഞ്ച് കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം നേരിട്ട് നടത്തും എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിലവിലുള്ള പട്ടികയിൽ നിന്ന് രണ്ട് സർവകലാശാലകളിലേക്കും ഒരൊറ്റ പേരിലേക്ക് എത്താൻ സെർച്ച് കമ്മിറ്റിയോട് കോടതി നിർദ്ദേശിക്കുകയും ആ പേര് മുദ്രവെച്ച കവറിൽ അടുത്ത വ്യാഴാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ സമർപ്പിക്കാനുമാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചത്. ഇന്ന് വാദം നടക്കുമ്പോൾ ഗവർണർക്ക് വേണ്ടി അറ്റോർണി ജനറലാണ് ഹാജരായിട്ടുള്ളത്. മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള പട്ടിക വെച്ച് VC നിയമനം സാധ്യമല്ലെന്നും അത് വ്യക്തമാക്കിക്കൊണ്ട് കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. ഒപ്പം ഒരു സാങ്കേതിക സർവകലാശാലയിലേക്ക് സിസി തോമസിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളില്ല എന്നും ഗവർണർ അറിയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ സാങ്കേതിക സർവകലാശാല സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിലേക്ക് ഗവർണർ നിർദ്ദേശിച്ച പേര് തള്ളിക്കൊണ്ട് അത് മുൻകാലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വാദമാണ് കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചത്. എന്നാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയതെന്ന ചോദ്യം കോടതി ചോദിക്കുകയും ഇത് നിങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താത്ത പശ്ചാത്തലത്തിൽ കോടതി നേരിട്ട് അതിനുള്ള തീരുമാനമെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർണായക ഇടപെടലിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടുള്ളത്. ശ്യാം, യെസ്, എന്തായാലും ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ സ്വാഭാവികമായിട്ടും കൃത്യമായി തന്നെ നമുക്ക് എത്ര സമയം ഉടൻ തന്നെ സമർപ്പിക്കോ, അതല്ലെങ്കിൽ എന്താണ് ഈ സുധാംശു കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ, അത് നമുക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ജിഷ്ണു? കോടതി തന്നെ നിർദ്ദേശിച്ചത് അടുത്ത വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ഒരു പേരിലേക്ക് രണ്ട് സർവകലാശാലകളുടെയും വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പേര് കണ്ടെത്തിക്കൊണ്ട് അത് കോടതിക്ക് മുൻപാകെ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ സെർച്ച് കമ്മിറ്റി ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടിക നേരത്തെ മുഖ്യമന്ത്രിക്ക് കൈമാറി. അതാണ് ഒരു നടപടിക്രമം എന്നുള്ളത്. മുഖ്യമന്ത്രി കൈമാറി സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടി ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കണം. പക്ഷേ ആ ഒരു കൈമാറ്റത്തിൽ സെർച്ച് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. മുഖ്യമന്ത്രി തിരിച്ചത് ഗവർണർക്ക് കൈമാറുന്നു.
കൈമാറുമ്പോൾ ആ പട്ടികയിലെ മുൻഗണനാ ക്രമം തെറ്റിക്കുകയും രണ്ട് പട്ടികയിലും ഉൾപ്പെട്ട് ഒരുപോലെ പ്രാധാന്യം നൽകിയ ആ വ്യക്തികളെ തടഞ്ഞുകൊണ്ട് മുൻഗണനാ പട്ടിക അട്ടിമറിച്ചുകൊണ്ട് മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഗവർണർ കൈമാറിയതുകൊണ്ടാണ് ആ നിയമനം നടക്കാൻ സാധിക്കാത്തത് എന്നാണ് ഗവർണർ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് ഇനി അത് പരിശോധിക്കാതെ അതിന് കാത്തു നിൽക്കാതെ ഈ സെർച്ച് കമ്മിറ്റി തന്നെ ഈ പട്ടികയിൽ നിന്നൊരു പേര് കണ്ടെത്തുകയും അത് അടുത്ത വ്യാഴാഴ്ചയ്ക്കുള്ളിൽ മുദ്ര വെച്ച കവറിൽ കോടതിക്ക് സമർപ്പിക്കാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു VC നിയമന ചർച്ചകൾ കാലങ്ങളായി നീണ്ടുപോവുകയും സുപ്രീം കോടതി ഇടപെടുകയും കടുത്ത അതിർത്തി രേഖപ്പെടുത്തുകയും നിയമനത്തിന് വേണ്ടി കോടതി നേരിട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ട് പോലും അതിലൊരു നടപടിയാകാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു VC നിയമനത്തിൽ നേരിട്ട് നടത്താൻ സുപ്രീം കോടതി തയ്യാറാകുന്നത്. ശ്യാം. യെസ്, ജിഷ്ണുവാണ് വിശദാംശങ്ങൾ കൃത്യമായി തന്നെ നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ജിഷ്ണു ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.